+2 അക്കൗണ്ടൻസിയിൽ അനാലിസിസ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് നിങ്ങളുടെ തിങ്കളാഴ്ച നടക്കാൻ പോകുന്ന എക്സാമിനേഷനിൽ 40 മാർക്ക് 40 മാർക്കും AFSുമായി റിലേറ്റ് ചെയ്തുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും. മിക്ക കുട്ടികൾക്കും സാർ AFS പാർട്ട്ണർഷിപ്പിനേക്കാൾ പഠിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണെന്ന് പല ആൾക്കാരും പറയാറുണ്ട്. സോ നിങ്ങൾക്ക് ഈസി ആയിട്ട് നാളത്തെ മൺഡേ തിങ്കളാഴ്ച നടക്കാൻ പോകുന്ന +2 അക്കൗണ്ടൻസി ഫൈനൽ എക്സാമിനേഷനിൽ AFSുമായി റിലേറ്റ് ചെയ്ത് ചോദിക്കാവുന്ന മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. നിങ്ങൾ വീഡിയോ കുറച്ച് ലെങ്തി ഉണ്ടാകും, കാര്യം നമ്മൾ എല്ലാ 6 ചാപ്റ്റേഴ്സിലെയും ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. പിന്നെ നിങ്ങളുടെ ഒരു എക്സാമിനേഷൻ പാറ്റേണിൽ നല്ല ഡിഫറൻസ് വന്നതുകൊണ്ട് തന്നെ മോസ്റ്റ്ലി തിയറിറ്റിക്കൽ ക്വസ്റ്റ്യൻസ് ആയിരിക്കും എന്ത് ചോദിക്കാം. കഴിഞ്ഞ എക്സാമിനേഷനിൽ ഏകദേശം 70% ക്വസ്റ്റ്യൻസും തിയറി മാത്രം അറിയായിരുന്നുവെങ്കിൽ 40-70% മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുമായിരുന്നു. സോ അത്രയും ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാം. പിന്നെ ചില കുട്ടികൾ സാറേ ഞാൻ AFS നമുക്ക് കേട്ടിട്ട് പോലുമില്ല, ഞാൻ ഇതുവരെ AFS കണ്ടിട്ട് പോലുമില്ല. എടാ നിങ്ങൾക്ക് AFS പഠിക്കാനില്ല. നിങ്ങളുടെ എക്സാമിനേഷൻ 60 മാർക്സ് ആണെങ്കിൽ നിങ്ങൾ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് CAS ആയിരിക്കും പഠിക്കുന്നുണ്ടാവുക. പ്രാക്ടിക്കൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് AFSന്റെ പാർട്ട് ഉണ്ടാവില്ല. പ്രാക്ടിക്കൽ എക്സാം ഒന്നും ഇല്ലാത്ത ആൾക്കാരുണ്ടല്ലോ, അഥവാ ഫൈനൽ എക്സാമിനേഷൻ 80 മാർക്ക് റിട്ടേൺ എക്സാം ചെയ്യുന്ന പിള്ളേരുണ്ടല്ലോ, അവർക്ക് മാത്രമാണ് AFS ഉള്ളത്. നിങ്ങൾ മാത്രം വീഡിയോ കണ്ടാൽ മതി. എല്ലാത്ത ആൾക്കാരും എന്ത് ചെയ്യുക, നിങ്ങളത് കണ്ട് സാറേ ഇതൊന്നും ഞാൻ പഠിച്ചിട്ടില്ല, ഞങ്ങൾക്ക് അറിയില്ല, ഞങ്ങൾ ഇന്ന് എന്ത് ചെയ്യും, ആ ഒരു ടെൻഷൻ വേണ്ട. സോ നമുക്ക് AFSന്റെ പോർഷനിലേക്ക് കടക്കാം. ഫസ്റ്റത്തെ ചാപ്റ്റർ ആണ് അക്കൗണ്ടിങ് ഫോർ ഷെയർ ക്യാപിറ്റൽ. നിങ്ങളുടെ ഏറ്റവും ലെങ്തിയസ്റ്റ് ആയിട്ടുള്ളതും essay ക്വസ്റ്റൻ ഒക്കെ ഈ ഒരു ചാപ്റ്ററുമായി റിലേറ്റ് ചെയ്തിട്ടാണ് വരുന്നത്. ഏറ്റവും ഈസി ആയിട്ട് മാക്സിമം മാർക്കും സ്കോർ ചെയ്യാൻ പറ്റിയ ഈ ഒരു ചാപ്റ്ററുമായി റിലേറ്റ് ചെയ്തിട്ടാണ്. കാരണം നിങ്ങളുടെ essay ക്വസ്റ്റൻ ഉണ്ടല്ലോ 6 മാർക്ക്, ഈ 6 മാർക്കിലെ 4 മാർക്കിന്റെ പോർഷനും ഒരേപോലെ ആയിരിക്കും. അവസാനത്തെ 2 മാർക്ക് ഉണ്ടല്ലോ, അത് മാത്രമേ അങ്ങോട്ടും ഇങ്ങോട്ടും ഡിഫറൻസ് ഉണ്ടാവുള്ളൂ. ചില കുട്ടികൾക്ക് അത് വലുപ്പം പഠിക്കാൻ പറ്റിയ കൊള്ളുന്നില്ല. കഴിഞ്ഞ മോഡൽ എക്സാമിൽ ഈ ഒരു essay ക്വസ്റ്റൻ ഉണ്ടല്ലോ 6 മാർക്ക്, അത് 4+2 ആയിരുന്നു. അഥവാ 4 മാർക്ക് അക്കൗണ്ടിങ് ഫോർ ഷെയർ ക്യാപിറ്റലും 2 മാർക്ക് പ്രിപ്പറേഷൻ ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സും ആയിരുന്നു. സോ ഏത് രീതിയിൽ വന്നാലും നമുക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാം, സ്കോർ ചെയ്യാം. കാണിച്ചു തരാം ഓരോരോ ക്വസ്റ്റൻസ്. വാട്ട് ആർ ദ 4 യൂസസ് ഓഫ് ഷെയർ പ്രീമിയം അക്കൗണ്ട്? നമ്മളൊരു ഷെയർ ഇഷ്യൂ ചെയ്യുമ്പോൾ പ്രീമിയത്തിനാണ് ഇഷ്യൂ ചെയ്യുന്നത്. ഇപ്പം നമ്മുടെ കയ്യിൽ 1000 ഷെയർസ് ഉണ്ട്. ഒരു ഷെയർ 100 രൂപ വെച്ചിട്ട് നമ്മൾ കൊടുക്കുന്നതായിരിക്കും. അതാ 100 രൂപ തന്നാൽ ഈ കമ്പനിയുടെ ഒരു ഷെയർ നമ്മൾ തരാം. പക്ഷെ പറഞ്ഞു 100 രൂപേന്റെ ഷെയർ തരണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, 110 രൂപ തരണം. സോ ഒരു ഷെയറിന് അതിന്റെ വാല്യൂവിനേക്കാൾ കൂടുതൽ, അതിന്റെ നോമിനൽ വാല്യൂ അല്ലെങ്കിൽ പാർ വാല്യൂ ആണ് 100. പാർ വാല്യൂ നോമിനൽ വാല്യൂ അതിനേക്കാൾ കൂടുതൽ തരുന്നുണ്ടെങ്കിൽ 110 രൂപ തരണം എന്നുണ്ടെങ്കിൽ ആ 10 രൂപക്ക് എന്ത് പറയും, നമ്മൾ പ്രീമിയം എന്ന് പറയും. ആ പ്രീമിയം ആയിട്ട് തുക കിട്ടിയാൽ അത് എന്തിനൊക്കെ ഉപയോഗിക്കാൻ പറ്റും? അതിന് റെസ്ട്രിക്ഷൻസ് എന്താ, ഒന്നെങ്കിൽ ഫുള്ളി പെയ്ഡ് ബോണസ് ഷെയർ കൊടുക്കാനോ, അല്ലെങ്കിൽ റൈറ്റ് ഓഫ് പ്രിലിമിനറി എക്സ്പെൻസ്, നമുക്ക് ഒരു പ്രിലിമിനറി എക്സ്പെൻസ് ആ എക്സ്പെൻസ് റൈറ്റ് ഓഫ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ സെക്യൂരിറ്റീസ് അഥവാ ഡിബെഞ്ചറിനോ ഷെയറിനോ എന്തെങ്കിലും കമ്മീഷനോ എക്സ്പെൻസോ കാര്യങ്ങളോ ഒക്കെ ആണെങ്കിൽ ഡിസ്കൗണ്ട് ഒക്കെ ആണെങ്കിൽ എന്ത് ചെയ്യാം, ആ എക്സ്പെൻസ് മീറ്റ് ചെയ്യാൻ നമുക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ പ്രിഫറൻസ് ഷെയർസിനെ റിഡീം ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് കൊടുക്കാം. അഥവാ പ്രീമിയം ഓൺ റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർസ് അല്ലെങ്കിൽ ഡിബെഞ്ചേഴ്സ് അതെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, അത് സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റും. അതുപോലെ നമ്മുടെ ബൈബാക്ക് അഥവാ നമ്മുടെ സ്വന്തം ഷെയർ പർച്ചേസ് ബാക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് യൂസ് ചെയ്യാൻ പറ്റും. അപ്പം സെക്യൂരിറ്റീസ് പ്രീമിയം യൂസ് ചെയ്യാൻ പറ്റിയ 5 കാര്യങ്ങളാണ്. ഇത് മിക്കവാറും എക്സാമിന് ചോദിക്കാറുണ്ട്. 2, 3, 4 മാർക്കിന് എന്ത് ചെയ്യാറുണ്ട്, ഇത് ചോദിക്കാറുണ്ട്. മാച്ച് ദ ഫോളോയിങ്. ഇഷ്യൂ ഓഫ് ഷെയർ എബവ് ഫേസ് വാല്യൂ. ഇപ്പൊ ഞാൻ പറഞ്ഞു ഫേസ് വാല്യൂനേക്കാൾ കൂടുതൽ വാല്യൂ കൊടുക്കുന്നത് എന്താണ്, അത് ഇഷ്യൂ ആയിട്ട് പ്രീമിയം ആണ്. ദെൻ ഇഷ്യൂ ഓഫ് ഷെയർ ബിലോ ഫേസ് വാല്യൂ, അതെന്താണ്, ഷെയർ ഇഷ്യൂ ആയിട്ട് ഡിസ്കൗണ്ട്. ഇങ്ങനെ ഡിസ്കൗണ്ട് കൊടുക്കാൻ പറ്റുമോ? ഡിസ്കൗണ്ട് ഷെയർ ഇഷ്യൂ ചെയ്യാൻ പറ്റുന്നതല്ല. ക്യാൻസലേഷൻ ഓഫ് ഷെയർ, അതൊരു ഫോർ ഫീച്ചർ എന്നാ പറയുന്നത്. ഡിമാൻഡ് ഫോർ പേയ്മെന്റ്, അഥവാ നിങ്ങൾ ഷെയറിന്റെ പൈസ അടക്കണം എന്ന് പറയുന്നത് കോൾ എന്നാ പറയാം. അൺകോൾഡ് ക്യാപിറ്റൽ അഥവാ റിസർവ് ക്യാപിറ്റൽ, നമ്മൾ കോൾ ചെയ്യാതെ ബാലൻസ് കുറച്ച് ക്യാപിറ്റൽ വെക്കും. അത് എന്തിനാണ് യൂസ് ചെയ്യാന്നറിയാം, നമ്മുടെ കമ്പനി വൈൻഡപ്പ് ചെയ്യുമ്പോൾ യൂസ് ചെയ്യാൻ പറ്റും. അഥവാ കമ്പനി ക്ലോസ് ചെയ്യുമ്പോൾ എന്തെങ്കിലും ലയബിലിറ്റി ഉണ്ടെങ്കിൽ ആ ലയബിലിറ്റി തിരിച്ചടക്കാൻ വേണ്ടി നമ്മൾ കോൾ പൈസ വിളിക്കാതെ അത് അവിടെ വെക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 10 രൂപേന്റെ ഷെയർ ആണെങ്കിൽ നമ്മൾ 8 രൂപ വിളിച്ചു, 2 രൂപ നിങ്ങൾ ഇപ്പോൾ തരണം, ഞങ്ങൾ പിന്നീട് വിളിക്കും എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തു, നമ്മൾ വിളിക്കാതെ ബാക്കി വെക്കുന്നതാണ് റിസർവ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് കേട്ടോ. ക്ലാസിഫിക്കേഷൻ ഓഫ് ഷെയർ ക്യാപിറ്റൽ. ഷെയർ ക്യാപിറ്റൽ പല ക്ലാസിഫിക്കേഷൻ. ഒന്നാമത് ഓതറൈസ്ഡ് അല്ലെങ്കിൽ രജിസ്റ്റേർഡ് ക്യാപിറ്റൽ എന്നാണ് പറയുക. അഥവാ നമ്മൾ കമ്പനി രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് നമ്മുടെ കമ്പനിയുടെ മെമ്മറാണ്ടത്തിൽ പറയുന്ന ആ ഒരു നമ്പർ ഓഫ് ഷെയർസ് ആണ് എന്ന് പറയുന്നത് രജിസ്റ്റേർഡ് ക്യാപിറ്റൽ. അഥവാ നമ്മുടെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് മാക്സിമം പോയാൽ നമുക്ക് എത്ര ക്യാപിറ്റൽ വരെ ഇഷ്യൂ ചെയ്യാം, അതിനാണ് രജിസ്റ്റേർഡ് ക്യാപിറ്റൽ അഥവാ ഓതറൈസ്ഡ് ക്യാപിറ്റൽ. ഈ ഓതറൈസ്ഡ് ഷെയർ ക്യാപിറ്റലിന് എത്ര ഷെയർ നമ്മൾ ഇഷ്യൂ ചെയ്യുന്നുണ്ട്? നമ്മുടെ കയ്യിൽ 10 ലക്ഷത്തിന്റെ ഷെയർ ഉണ്ട്. സോ 10 ലക്ഷം ഈ ഷെയറിൽ നമ്മൾ പബ്ലിക്, നിങ്ങൾക്ക് ഞങ്ങൾ 10 ലക്ഷം ഷെയറിന് നിങ്ങൾക്ക് പബ്ലിക്കിന് വേണ്ടി ഇഷ്യൂ ചെയ്യുന്ന ഷെയറിന് എന്ത് പറയും, ഇഷ്യൂഡ് ക്യാപിറ്റൽ എന്ന് പറയാം. അപ്പോൾ ഈ 10 ലക്ഷം നമ്മൾ പബ്ലിക്കിന് കൊടുക്കുക. നമുക്കിപ്പം കമ്പനി സ്റ്റാർട്ട് ചെയ്യാൻ ഒരു 3 ലക്ഷം മതി. സോ 3 ലക്ഷത്തിന് ഷെയർ നമ്മൾ ഇഷ്യൂ ചെയ്തു. സോ നമുക്ക് 3 ലക്ഷം കിട്ടി. സോ നമ്മൾ കമ്പനി സ്റ്റാർട്ട് ചെയ്തു. സോ ഇപ്പം നമ്മൾ ഇഷ്യൂഡ് എത്രയാണ്, 3 ലക്ഷമാണ്. അത് സബ്സ്ക്രൈബ്, ഈ 3 ലക്ഷം ഇഷ്യൂ ചെയ്തിട്ട് ആൾക്കാർ എത്ര സബ്സ്ക്രൈബ് ചെയ്യും? 3 ലക്ഷം സബ്സ്ക്രൈബ് ചെയ്തോണമെന്നില്ലല്ലോ. സോ അവർ എത്ര ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്തു, അഥവാ അവർ പർച്ചേസ് ചെയ്യുന്നതാണ് ആ ഷെയറിന്റെ പൈസ പേയ്മെന്റ് ചെയ്യുന്നത്, അതിന് സബ്സ്ക്രൈബ് എന്ന് പറയും. ആ സബ്സ്ക്രൈബ് ചെയ്തതിലെ ഫുൾ വാല്യൂ നമ്മൾ കോൾ ചെയ്യില്ല. നമ്മൾ നേരത്തെ റിസർവ് എന്ന് പറഞ്ഞില്ലേ, അതേപോലെ നമ്മൾ ഫുൾ വാല്യൂ കോൾ ചെയ്യാതെ ബാലൻസ് വെക്കുന്നുണ്ടെങ്കിൽ, എത്ര വാല്യൂക്കാണ് കോൾ ചെയ്തത് അതിന് കോൾഡ് അപ്പ് ക്യാപിറ്റൽ. ആ കോൾ ചെയ്തതിന് എത്ര ആൾക്കാർ പേ ചെയ്തു അതിന് പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 3 ലക്ഷം ഉണ്ട്. ഈ 3 ലക്ഷത്തിൽ നമ്മൾ എന്ത് ചെയ്തു, 2,50,000 കോൾ ചെയ്തു.
ആ 2,50,000 കോൾ ചെയ്ത ആൾക്കാർ ഫുൾ അടച്ചോളുന്നില്ല. അത് 2,40,000 ആൾക്കാർ പൈസ അടച്ചു. സോ അതാണ് പെയ്ഡ് അപ്പ് എന്ന് പറയാം. അത് അൺകോൾഡ് കോൾ ചെയ്യാതെ അപ്പോൾ 3,00,000 50,000 ഷെയർ എന്ത് ചെയ്തു നമ്മൾ കോൾ ചെയ്യാതെ വെച്ചില്ലേ, അതിന് അൺകോൾഡ് ക്യാപിറ്റൽ എന്ന് പറയും. ഈ അൺകോൾഡ് ക്യാപിറ്റൽ നമ്മൾ ബാലൻസ് ആക്കി വെക്കുന്നുണ്ട്, അതിനെന്ത് പറയും, റിസർവ് ക്യാപിറ്റൽ എന്ന് പറയും. ക്ലിയർ അല്ലേ, സെറ്റ് അല്ലേ? യെസ്. ദെൻ പ്രിഫറൻസ് ഷെയർസിന് പല ടൈപ്പ് ഉണ്ട്. ക്യുമുലേറ്റീവ് പ്രിഫറൻസ് ഷെയർ, നോൺ ക്യുമുലേറ്റീവ്, റിഡീമബിൾ, ഇറഡീമബിൾ, പാർട്ടിസിപ്പേറ്റിംഗ്, നോൺ പാർട്ടിസിപ്പേറ്റിംഗ്, കൺവേർട്ടിബിൾ, നോൺ കൺവേർട്ടിബിൾ. അഥവാ പ്രിഫറൻസ് ഷെയർ എന്ന് പറഞ്ഞാൽ, അഥവാ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറഞ്ഞാൽ അവർക്ക് നമ്മളൊരു ശതമാന കണക്കാണ് കൊടുക്കുക ലാഭം. ഒരു ഷെയർ ഹോൾഡർക്ക് എങ്ങനെ ലാഭം ഉണ്ടാവുക, ബിസിനസ്സിന് ലാഭം മൊത്തം ഷെയർ ഹോൾഡർക്കാണ്. പക്ഷേ പ്രിഫറൻസ് ഷെയർ ഹോൾഡർക്ക് അങ്ങനെ മൊത്തം ലാഭം കിട്ടുക. അപ്പം നമ്മുടെ അയാൾ ഒരു 10 ലക്ഷത്തിന് ഷെയർ ഉണ്ടെങ്കിൽ, പ്രിഫറൻസ് ഷെയർ ഉണ്ടെങ്കിൽ ആ 10 ലക്ഷത്തിന് 10% അയാളെ പ്രോഫിറ്റ് ഷെയർ എങ്കിൽ ആ 10 ലക്ഷത്തിന് എന്ന് പറഞ്ഞാൽ 10 ലക്ഷത്തിന് 10% എത്ര, 1 ലക്ഷം. ഈ 1 ലക്ഷം അവർക്ക് പ്രോഫിറ്റ് കിട്ടുക. അപ്പോൾ ഇക്കൊല്ലം നമ്മുടെ കമ്പനിക്ക് പ്രോഫിറ്റ് ഇല്ല, ആകെ ഒരു 60,000 പ്രോഫിറ്റ് ആയിരിക്കും. സോ ഈ 60,000 ആദ്യം പ്രിഫറൻസ് ഷെയർ കൊടുക്കും. അപ്പം ബാക്കി ഷെയർസിനോ, ബാക്കി ഷെയർ ഹോൾഡേഴ്സിനൊന്നും പ്രോഫിറ്റ് ഉണ്ടാവില്ല. പ്രിഫറൻസ് ഷെയർ ഹോൾഡർക്ക് ആദ്യം കൊടുക്കുക. പക്ഷേ പ്രിഫറൻസ് ഷെയർ ഹോൾഡർക്ക് കൊടുക്കാൻ പോലും നമ്മുടെ കയ്യിൽ പ്രോഫിറ്റ് ഇല്ലെങ്കിലോ ആ പ്രോഫിറ്റ് എന്ത് ചെയ്യും, അടുത്ത കൊല്ലം നമ്മൾ കൂട്ടി കൊടുക്കും. അപ്പോൾ ഇക്കൊല്ലത്തെ പ്രോഫിറ്റും അടുത്ത കൊല്ലം പ്രോഫിറ്റ് കിട്ടുകയാണെങ്കിൽ എന്ത് ചെയ്യും, കഴിഞ്ഞ കൊല്ലം കൊടുക്കാത്ത പ്രോഫിറ്റും കൂടി എന്ത് ചെയ്യും നമ്മൾ കൊടുക്കും. അങ്ങനെ കൊടുക്കുന്നുണ്ടെങ്കിൽ അതിന് ക്യുമുലേറ്റീവ് എന്ന് പറയും. പക്ഷെ അങ്ങനെ കൊടുക്കുന്നില്ലെങ്കിൽ നോൺ ക്യുമുലേറ്റീവ് എന്നാ പറയാം കേട്ടോ. ക്യുമുലേറ്റീവ് എന്നാണ് കൂട്ടി വെക്കുക. ദെൻ റിഡീമബിൾ, അഥവാ പ്രിഫറൻസ് ഷെയർ റിഡീം ചെയ്യുന്നുണ്ടെങ്കിൽ തിരിച്ചടക്കും. അഥവാ 10 വർഷം കഴിഞ്ഞാൽ ഈ പ്രിഫറൻസ് ഷെയർ തിരിച്ചു തന്നെ തരുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, അത് റിഡീമബിൾ ആണ്. അത് റിഡീം ചെയ്യാതെ അത് എന്ത് ചെയ്യും, നമ്മൾ കമ്പനി വൈൻഡപ്പ് ചെയ്യുമ്പോൾ മാത്രം റിഡീം ചെയ്യുന്നെങ്കിൽ അതെന്തായിരിക്കും, ഇറിഡീമബിൾ ആയിരിക്കും. ദെൻ പാർട്ടിസിപ്പേറ്റിംഗ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ 10% പ്രോഫിറ്റ് കൊടുക്കുന്നത്, നമ്മുടെ കമ്പനിക്ക് വലിയ പ്രോഫിറ്റ് ഉണ്ടായി, അങ്ങനെയാണെങ്കിൽ 10% നിങ്ങൾ കുറച്ചും കൂടി കൂടുതൽ പ്രോഫിറ്റ് തരുമെന്നുണ്ടെങ്കിൽ അത് പാർട്ടിസിപ്പേറ്റിംഗ് ആണ്, അല്ലെങ്കിൽ നോൺ പാർട്ടിസിപ്പേറ്റിംഗ് ആണ്. കൺവേർട്ടിബിൾ, ഒരു 5 കൊല്ലം കഴിഞ്ഞാൽ ഈ ഷെയറിനെ, ഈ പ്രിഫറൻസ് ഷെയർ നമ്മൾ ഇക്വിറ്റി ഷെയർ ആക്കി മാറ്റുമെന്നുണ്ടെങ്കിൽ അത് കൺവേർട്ടിബിൾ ആണ്. അങ്ങനെ മാറ്റുക എന്നുണ്ടെങ്കിൽ അത് നോൺ കൺവേർട്ടിബിൾ ആണ്. ജോയിന്റ് സ്റ്റോക്ക് കമ്പനിയുടെ 5 ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? അത് ബോഡി ഓഫ് കോർപ്പറേറ്റ് ബോഡിയാണ്, ഇങ്ങനെ തന്നെ പഠിച്ചിട്ടാൽ മതി. സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി ആണ്. ലിമിറ്റഡ് ലയബിലിറ്റി ലിമിറ്റഡ് ആണ്. പെർപെച്വൽ സക്സഷൻ, അത് അൺലിമിറ്റഡ് ആയിട്ട് നിലനിന്നുകൊണ്ടിരിക്കും. കോമൺ സീലാണ് മുന്നോട്ട് പോകുന്നത്. ഷെയർ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും കേട്ടോ. നമ്പർ ഓഫ് മെമ്പേഴ്സ് വെച്ചെങ്കിൽ പ്രൈവറ്റ് കമ്പനി, പബ്ലിക് കമ്പനി, അതുപോലെ തന്നെ 1% കമ്പനി, ഇങ്ങനെ 3 രീതിയിൽ നമ്മൾ പറയാൻ പറ്റും. പ്രൈവറ്റ് കമ്പനി, പബ്ലിക് കമ്പനി വെച്ചാൽ പ്രൈവറ്റ് കമ്പനി അല്ലാത്തൊക്കെ പബ്ലിക് കമ്പനി. അപ്പോൾ പ്രൈവറ്റ് കമ്പനി എന്ന് പറഞ്ഞാൽ എന്താ, ഒരു കമ്പനിയുടെ ഷെയർ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റൂല എന്നുണ്ടെങ്കിൽ, അതുപോലെ മാക്സിമം മെമ്പേഴ്സ് 200 ആണ്, അതിൽ കൂടുതൽ പറ്റൂല എന്നുണ്ടെങ്കിൽ അതൊന്ന് മിനിമം മെമ്പർ 2 കേട്ടോ. അങ്ങനെയാണെങ്കിൽ അതെന്താണ്, അത് പബ്ലിക് കമ്പനിയാണ്, പ്രൈവറ്റ് കമ്പനിയാണ്. അല്ലാത്തൊക്കെ പബ്ലിക് കമ്പനിയാണ്. പിന്നെ ഈ പ്രൈവറ്റ് കമ്പനിയുടെ മറ്റൊരു പോർഷൻ ആണ് 1% കമ്പനി, അഥവാ ഒരാൾക്ക് കമ്പനി തുടങ്ങാൻ പറ്റും. സോ അതിന് കുറച്ച് ക്രൈറ്റീരിയ ഉണ്ട്. ഈ ക്രൈറ്റീരിയ ജസ്റ്റ് വായിച്ചു വെച്ചാൽ മതി. അതായത് 50 ലക്ഷം അതിൻ്റെ മാക്സിമം ക്യാപിറ്റൽ, 2 കോടി അധികം അതിന്റെ ടേൺ ഓവർ പോകാൻ പറ്റുന്നതല്ല കേട്ടോ. പിന്നെ ഒരു ഇന്ത്യക്കാരന്, റെസിഡന്റ് ആയാലും ഇന്ത്യക്കാരന് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, തുടങ്ങാൻ പറ്റുള്ളൂ. ഇന്ത്യയിൽ താമസിക്കുന്ന ഒരാളായിരിക്കണം. ദെൻ ഈ ഷെയർ ഇഷ്യൂ ചെയ്യുന്നത് സ്റ്റെപ്സ് എന്താ? ഫസ്റ്റ് നമ്മൾ എന്താ ചെയ്യാം, ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യും, ഒരു പ്രോസ്പെക്ടസ് കൊടുക്കും. എന്താ പ്രോസ്പെക്ടസ്? നമ്മളൊരു കമ്പനി ഉണ്ട്, ഈ കമ്പനിയുടെ ഡീറ്റെയിൽസ് ഒക്കെ ഇന്നതാണ്, നമ്മൾ പബ്ലിക്കിന് ഷെയർ തരാൻ ഉദ്ദേശിക്കുന്നുണ്ടെന്ന് നമ്മൾ എന്ത് ചെയ്യും, ഒരു എന്താ പറയുക, നമ്മളിപ്പം ഒരു മൊബൈൽ ഉണ്ടെങ്കിൽ ആ മൊബൈലിൻ്റെ ഒരു ഡിസ്ക്രിപ്ഷൻ കാര്യങ്ങളാണ്, ആ ഡിസ്ക്രിപ്ഷനാണ് പ്രോസ്പെക്ടസ്. ആ പ്രോസ്പെക്ടസ് കണ്ട ആൾക്കാർ എന്ത് ചെയ്യും, ഷെയറിന് അപ്ലൈ ചെയ്യും. അങ്ങനെ അപ്ലൈ ചെയ്യുന്ന ആൾക്കാർ നമ്മൾ എന്ത് ചെയ്യും, ചിലപ്പം നമ്മൾ 1000 ഷെയർസാണ് പബ്ലിക്കിന് കൊടുത്തത്. അപ്പോൾ 1500 ആൾക്കാർ അപ്ലൈ ചെയ്തു. അപ്പോൾ 1500 ആൾക്ക് കൊടുക്കാൻ പറ്റില്ല, ആകെ 1000 ഷെയർസ് അല്ലേ ഉള്ളത്. സോ നമ്മൾ എന്ത് വെച്ചാൽ ആൾക്കാർ റിജക്ട് ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും, അതിന് അലോട്ട്മെന്റ് ചെയ്യും. ആ അലോട്ട്മെന്റ് ചെയ്യുമ്പോൾ പിന്നെ അവർ ആ ഷെയർ ഹോൾഡറായി, അവർക്ക് ഷെയർ അലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർ ഷെയർ ഹോൾഡറായി. പിന്നെ അലോട്ട്മെന്റ് പൈസ വാങ്ങുക, പിന്നെ കോഴ്സും കാര്യങ്ങളും എന്ത് ചെയ്യും, അവർക്ക് ഷെയർ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നു. അതോടുകൂടി എന്തായി, നമ്മൾ ഷെയറിന്റെ ഇഷ്യൂ ചെയ്യുന്ന സ്റ്റെപ്സ് കംപ്ലീറ്റ് ചെയ്യും. കോൾസിന് അഡ്വാൻസ്, ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഒരാൾ ഷെയറിന്റെ പൈസ തരാണ്ട് നമ്മൾ കോൾ ചെയ്തു, ഷെയറിന്റെ പൈസ തരാൻ വേണ്ടിയിട്ട്. അപ്പോൾ അയാൾ ഇപ്പോൾ 100 രൂപ തരേണ്ടത്, അയാൾ പറഞ്ഞു ഇപ്പം അല്ലേ ഞാൻ അടുത്ത സ്റ്റെപ്പിന് ഞാൻ പൈസ തരണ്ടേ, സോ അതിൽ 150 രൂപ തരുന്നു. അപ്പോൾ എക്സ്ട്രാ അവർ തരുന്നതിനേക്കാൾ കൂടുതൽ പൈസ തരുന്നുണ്ടെങ്കിൽ അതെന്താ പറയും, കോൾസിന് അഡ്വാൻസ് എന്ന് പറയും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 100 രൂപേൻ്റെ ഒരു ഷെയർ ആണെന്ന് വിചാരിക്കാം. നമ്മൾ ആദ്യം ഒരു 50 രൂപ വാങ്ങും, പിന്നെ ഒരു 30 വാങ്ങും, പിന്നെ ഒരു 20 വാങ്ങും. സോ ഇയാൾ 50 രൂപ ആദ്യം തരും. നമ്മൾ പറയും 50 രൂപ ഇപ്പം തരണം, 30 രൂപ ഇപ്പം തരണം. അപ്പോൾ നമ്മൾ 50 രൂപ ചോദിച്ചപ്പോൾ തന്നെ അവരെന്ത് ചെയ്തു, 100 രൂപ മുഴുവൻ തന്നു. സോ അതാണ് കോൾസിന് അഡ്വാൻസ്. അപ്പോൾ കോൾസിന് അരിയസോ 50 രൂപ തരുന്ന സമയത്ത് അവരെന്ത് ചെയ്തു, 50 തന്നില്ല. അങ്ങനെ തരാതിരിക്കുന്നത് അത് കോൾസിന് അരിയസ് ആണ്. ഓവർ ആൻഡ് അണ്ടർ സബ്സ്ക്രിപ്ഷൻ, നമ്മൾ 1000 ഷെയർ ഇഷ്യൂ ചെയ്തു. ആ 1000 ഷെയർസ് ഇഷ്യൂ ചെയ്തപ്പം അതിൽ 1200 ആൾക്കാർ എന്ത് ചെയ്തു, ഇതിനു വേണ്ടി അപ്ലൈ ചെയ്തു. അത് ഓവർ സബ്സ്ക്രിപ്ഷനാണ്. 1000 ഷെയർ ഇഷ്യൂ ചെയ്തു, 900 ആൾക്കാർ മാത്രമേ സബ്സ്ക്രൈബ് ചെയ്യുന്നതെങ്കിലേക്കും അത് അണ്ടർ സബ്സ്ക്രിപ്ഷൻ ആണ് കേട്ടോ. ഇനി മറ്റൊരു കാര്യം എന്താ വെച്ചാൽ മിനിമം സബ്സ്ക്രിപ്ഷൻ ഉണ്ട്. അഥവാ നമ്മൾ 1000 ഷെയർ ഇഷ്യൂ ചെയ്താൽ അതിന്റെ 90% ആൾക്കാർ അത് സബ്സ്ക്രൈബ് ചെയ്തിരിക്കണം, എന്നാലേ മിനിമം സബ്സ്ക്രിപ്ഷൻ ആവുള്ളൂ. 90 താഴെ, അഥവാ ഇപ്പോൾ 80% ആയിരിക്കാം, 1000 ഷെയറിന് ആൾക്കാർ 800 ഷെയർ ഹോൾഡേഴ്സ് മാത്രമേ ഷെയറിന് സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളൂ എങ്കിൽ എന്തായിരിക്കും, ആ ഷെയർസിന് പിന്നെ ഫർദർ അത് ആപ്ലിക്കേഷൻ കഴിഞ്ഞ് അലോട്ട്മെന്റിലേക്ക് പോകാൻ പറ്റില്ല. ആ ഷെയറിന്റെ പൈസ നമ്മൾ എന്തെങ്കിലും തിരിച്ചു കൊടുത്തിരിക്കണം കേട്ടോ. ദെൻ രശ്മി മിൽസ് ലിമിറ്റഡ് എന്ത് ചെയ്തു, 20,000 ഷെയർസിന് അപ്ലിക്കേഷൻ കൊടുത്തു. ഒരു ഷെയറിന് 8 രൂപ വീതമാണ് കേട്ടോ. അപ്ലിക്കേഷന് 4, അലോട്ട്മെന്റിൽ 3, ഫസ്റ്റ് കോളിൽ 1. 25,000 ഷെയർസ് എന്ത് ചെയ്തു, ആൾക്കാർ
അപ്ലിക്കേഷൻ റിസീവ് ചെയ്തു, അത്ര ആൾക്കാർ എന്താ അപ്ലൈ ചെയ്തു. എക്സസ് അപ്ലിക്കേഷൻ നമ്മൾ റിജക്ട് ചെയ്തു, അതിന്റെ ജേണലിന്റെ റെക്കോർഡ് ചെയ്യണം. എന്താ ഫസ്റ്റ് എന്താ എൻട്രി, ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റ് ടു ഷെയർ അപ്ലിക്കേഷൻ. എത്രയാ? 25,000 ഷെയർസ് ഉണ്ട്. ഈ 25,000 ആൾക്കാർ അപ്ലൈ ചെയ്തു. എത്ര? ഒരു ഷെയറിന് 4 രൂപ അല്ലേ, ഇൻറ്റു 4, അഥവാ ഒരു ഷെയർ അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ പൈസ തരണം. അപ്പോൾ എത്ര? 1,00,000 രൂപ അല്ലേ. 1,00,000 രൂപ നമ്മൾ എന്ത് ചെയ്തു? ഷെയർ അപ്ലിക്കേഷൻ കിട്ടും. അപ്പോൾ ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റ് ഷെയർ അപ്ലിക്കേഷൻ 1 lakh. ഇനി എന്ത് ചെയ്തു? ഈ ഷെയർ നമ്മൾ എങ്ങോട്ടേക്ക് മാറ്റണം? ഷെയർ ക്യാപിറ്റലിലേക്ക് മാറ്റും. കിട്ടിയ പൈസ അല്ലേ. സോ ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെബിറ്റ് ഷെയർ അപ്ലിക്കേഷൻ. അയ്യോ 1,00,000 കിട്ടി, പക്ഷെ നമ്മൾ 80,000 മാത്രമേ കൂടെ മാറ്റുന്നുള്ളൂ. അതെന്താ? ഈ 25,000 ഷെയർസ് ഉണ്ടോ? ഇല്ല, നമ്മൾ ആകെ 20,000 ഷെയർസ് അല്ലേ ഉള്ളൂ. അപ്പം 20,000 ഇൻറ്റു 4 എത്രയാ? 80,000. അപ്പോൾ 80,000 രൂപന്റെ ഷെയർ എന്ത് ചെയ്യും? നമ്മൾ ഷെയർ ക്യാപിറ്റലിലേക്ക് മാറ്റി. അപ്പോൾ ബാക്കി 20,000 എന്ത് ചെയ്യും? ബാക്കി 20,000 തിരിച്ചു കൊടുക്കും. ബാങ്ക് അക്കൗണ്ട് ഷെയർ അപ്ലിക്കേഷൻ ടു ബാങ്ക് അക്കൗണ്ട് 20,000. ആ പൈസ നമ്മൾ എന്ത് ചെയ്തു? തിരിച്ചു കൊടുത്തു. ഇനി അടുത്തത് ഫസ്റ്റ് അലോട്ട്മെന്റ് സമയത്ത് എന്ത് ചെയ്യും? ഒരു ഷെയറിന് 3 രൂപ. 3 × 20,000 60,000. അപ്പം അലോട്ട്മെന്റിന്റെ സമയത്ത് നമ്മൾ പൈസ വാങ്ങും? ഇല്ല, ആദ്യം പൈസ കളക്ട് ചെയ്യില്ല. ആദ്യം അവരോട് പറയും പൈസ തരാനുള്ള സമയമായിട്ടുണ്ട്. അപ്പോൾ ആദ്യം പൈസ തരാം. ആദ്യം എന്ത് ചെയ്യും? അവരോട് ഡ്യൂ തരും, ഡ്യൂ കാണിക്കും. അഥവാ നിങ്ങൾ പൈസ തരാനുള്ള സമയമായിട്ട് അവരെ കോൾ ചെയ്യും. സോ അതാണ് എന്ത് പറയാം? ഷെയർ അലോട്ട്മെന്റ് ടു ഷെയർ ക്യാപിറ്റൽ. നമ്മൾ ആദ്യം എന്ത് ചെയ്യും? 60,000 രൂപ എന്ത് ചെയ്യും? ഷെയർ ക്യാപിറ്റലിലേക്ക് മാറ്റും. എന്നിട്ട് അവർ പൈസ തരാൻ വേണ്ടി പറയും. പിന്നെ അവർ പൈസ തരുമ്പോൾ എന്ത് ചെയ്യും? ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റ് ടു ഷെയർ അലോട്ട്മെന്റ്. ഇനി അടുത്തെന്താ? അതേപോലെ ഷെയർ ഫസ്റ്റ് കോൾ ടു ഷെയർ ക്യാപിറ്റൽ. 1 രൂപ അല്ലേ, 1 × 20,000. അപ്പം 20,000. ഷെയർ ഫസ്റ്റ് കോൾ അക്കൗണ്ട് ഡെബിറ്റ് 20,000 ടു ഷെയർ ക്യാപിറ്റൽ 20,000. ഈ പൈസ എന്ത് ചെയ്യും? അവരിന്ന് കളക്ട് ചെയ്യുമ്പോൾ എന്താ? ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റ് ഷെയർ ഫസ്റ്റ് കോൾ 20,000. അപ്പം ഫുൾ പൈസ കിട്ടിയിട്ടുണ്ട്, ഒരു പൈസ നമുക്ക് കിട്ടാതെ തന്നിട്ടില്ല. സിമ്പിൾ അല്ലേ? സോ ഇതോടുകൂടി എന്തായി? നമ്മുടെ ഫസ്റ്റത്തെ ചാപ്റ്റർ കഴിഞ്ഞു, അഥവാ ഷെയർ ക്യാപിറ്റലുമായി ബന്ധപ്പെട്ട പോർഷൻസ് കഴിഞ്ഞു. അഥവാ മെയിൻ ആയിട്ട് ഉണ്ടാവുക ഈ ഒരു ക്വസ്റ്റൻ, ഈ എസ്എ ക്വസ്റ്റൻ ഉണ്ടാവുക. അതുപോലെ തന്നെ തിയറിറ്റിക്കൽ ക്വസ്റ്റൻസ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് എന്താണെന്ന് വെച്ചാൽ ഷെയറിന്റെ ടൈപ്സ് കണ്ടല്ലോ, ഇത് നിങ്ങൾ പഠിച്ചു വെക്കണം. ഈ ഒരു കാര്യം നിങ്ങൾ അദ്ദേഹം പഠിച്ചു വെക്കണം. പിന്നെ ചിലപ്പോൾ ചോദിക്കുള്ളതാ ഇതാ, അഥവാ പ്രിഫറൻസ് ഷെയർസിന്റെ ടൈപ്സും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക? ജസ്റ്റ് നോക്കി വെക്കുക കേട്ടോ. ക്ലിയർ അല്ലേ? അപ്പോൾ അല്ലാതെ ചില കാര്യങ്ങൾ 1 വേർഡ് 2 വേർഡ് ക്വസ്റ്റൻ ഒക്കെ എന്ത് ചെയ്ത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതിന്. അപ്പോൾ ഫാസ്റ്റ് ആയിട്ടാണ് നമ്മൾ പോകുന്നത്, കാരണം നമുക്ക് ടൈം ഇല്ല. നിങ്ങൾ ഈ ഒരു വീഡിയോ കണ്ടിട്ട് തന്നെ എന്ത് ചെയ്യാം? നിങ്ങൾക്ക് ഈസി ആയിട്ട് ഈ വീഡിയോ കണ്ട് മാത്രം നേരം എന്ത് ചെയ്യാം? എക്സാമിനേഷൻ ആളുകൾ കയറാൻ ഒരു പേടിയും പഠിക്കണം. ഇനി ഡിബഞ്ചേഴ്സുമായി ചാപ്റ്ററുമായി ബന്ധപ്പെട്ടതാണ്. അതിലെ ആ ഡിബഞ്ചറും ഷെയറും രണ്ടും കൂടിയിട്ടുള്ള ഒരു വളരെ ഇമ്പോർട്ടൻറ്റ് മോസ്റ്റ് എക്സാമിന്, ഈവൻ നിങ്ങളുടെ കഴിഞ്ഞ എക്സാമിന് മോഡൽ എക്സാം അടക്കം ചോദിച്ച ചോദ്യമാണ് ഷെയർസും ഡിബഞ്ചറും തമ്മിലുള്ള വ്യത്യാസം. ഇത് ചോദിക്കാതെ നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാവാറില്ല. മിക്ക ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാവും. എന്താ ഷെയറും ഡിബഞ്ചറും തമ്മിലുള്ള വ്യത്യാസം? എന്താ? ഒന്ന്, ഓണർഷിപ്പിൽ ഷെയർ എന്താ? കമ്പനിയുടെ ഓണേഴ്സാണ്, പക്ഷേ ഡിബഞ്ചർ എന്തല്ല? ബോറോഡ് ക്യാപിറ്റൽ, ഓണേഴ്സ് അല്ല, ബോറോ കടായിട്ടാണ് ഡിബഞ്ചേഴ്സ് നമ്മൾ കണക്കാക്കുന്നത്. ദെൻ റിട്ടേൺസ്, ഷെയർ ഹോൾഡേഴ്സ് എന്തെങ്കിലും ഡിവിഡൻഡ് ആ കിട്ടുക, അഥവാ കമ്പനിയുടെ പ്രോഫിറ്റ് കിട്ടും. പക്ഷേ ഡിബഞ്ചർ ഹോൾഡേഴ്സ് എന്താ? ഇൻട്രസ്റ്റ് ആ കിട്ടുക. റീപേയ്മെന്റ്, ഷെയറിന്റെ പൈസ റീപേ ചെയ്യോ? അത് റീപേ ചെയ്യുന്ന പരിപാടിയില്ല. പക്ഷേ ഡിബഞ്ചർ എന്ത് ചെയ്യും? ആ ഡിബഞ്ചറിന്റെ സമയം കാലാവധി കഴിഞ്ഞാൽ ആ പൈസ എന്ത് ചെയ്യും? നമ്മൾ തിരിച്ചടക്കേണ്ടി വരും. വോട്ടിംഗ് റൈറ്റ്സ് ഉണ്ടാവും, ഷെയർ ഹോൾഡേഴ്സിന് വോട്ടിംഗ് റൈറ്റ്സ് ഉണ്ടാവും, പക്ഷേ ഡിബഞ്ചർ ഹോൾഡേഴ്സിന് എന്തുണ്ടാവില്ല? വോട്ടിംഗ് റൈറ്റ്സ് ഉണ്ടാവില്ല. കൺവേർട്ട് ചെയ്യാൻ പറ്റുമോ? ഷെയർ മറ്റേ ഡിബഞ്ചർ ആക്കി കൺവേർട്ട് ചെയ്യാൻ പറ്റില്ല, പക്ഷേ ഡിബഞ്ചറിന് വേണേൽ ഷെയർ ആക്കി എന്ത് ചെയ്യാൻ പറ്റും? കൺവേർട്ട് ചെയ്യാൻ പറ്റും. സെക്യൂരിറ്റി ഉണ്ടാവും, ഷെയറിന് യാതൊരു സെക്യൂരിറ്റി ഉണ്ടാവില്ല. നമ്മൾ അടിച്ച പൈസ നഷ്ടപ്പെട്ടു പോയാൽ അത് പോയത് തന്നെ. പക്ഷേ ഡിബഞ്ചർ ജനറലി സെക്യൂർ ആകും. സെക്യൂർ അല്ലാതെ സെക്യൂർ ഡിബഞ്ചർ, നോൺ സെക്യൂർ ഡിബഞ്ചർ ഉണ്ട് കേട്ടോ, അൺസെക്യൂർ ഡിബഞ്ചർ ഉണ്ട്. പക്ഷേ ജനറലി ഷെയർ എന്താ ചെയ്യുന്നത്? സെക്യൂർ ചെയ്യാറുണ്ട് കേട്ടോ. ദെൻ കോൾസ് ഇൻ അരിയേഴ്സ് ഉണ്ട്. കോൾസ് ഇൻ അരിയേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ 100 രൂപ അടക്കണം, ആ 100 രൂപ വരെ അടച്ചിട്ടില്ല, അങ്ങനെ അടച്ചിട്ടില്ലെങ്കിൽ അതിന് കോൾസ് ഇൻ അരിയേഴ്സ് പറയും. ഈ കോൾസ് ഇൻ അരിയേഴ്സിന് ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യാൻ പറ്റും. യെസ്, 10% വരെ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യാൻ പറ്റും കേട്ടോ. ദെൻ ഡിബഞ്ചർ ഹോൾഡേഴ്സ് എന്താണ്? നമ്മുടെ കമ്പനിയുടെ ക്രെഡിറ്റേഴ്സ്, അഥവാ ഡിബഞ്ചർ ക്യാപിറ്റൽ ക്രെഡിറ്റേഴ്സ് ആണ് കേട്ടോ. ദെൻ എന്താണ്? ഡിബഞ്ചർ വിച്ച് ആർ റീപേബിൾ ഓൺ ദ എക്സ്പയറി ഓഫ് എ സ്പെസിഫൈഡ് പീരീഡ്. ഒരു സ്പെസിഫിക് പീരീഡ് നമ്മൾ എന്തെങ്കിലും തിരിച്ചടക്കണം എന്നുണ്ടെങ്കിൽ അതിന്റെ റിഡീമബിൾ ഡിബഞ്ചർ ആണ് പറയുന്നത്. ഡിബഞ്ചർ ആർ കൺവേർട്ടബിൾ, ഇക്വിറ്റി ഷെയറായി കൺവേർട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ കൺവേർട്ടബിൾ ഡിബഞ്ചർ ആണ്. ഡിബഞ്ചർ ഡു നോട്ട് ക്യാരി സ്പെസിഫിക് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്, അത് 0 കൂപ്പൺ എന്നാണ്. അഥവാ നമ്മൾ എന്ത് ചെയ്യും? ഒരു 10 ലക്ഷം ഡിബഞ്ചർ ഉണ്ട്, അവരോട് പറഞ്ഞു നിങ്ങൾ 10 ലക്ഷത്തിന്റെ ഡിബഞ്ചറിന് നിങ്ങൾ 8 ലക്ഷം തന്നാൽ മതി. അങ്ങനെ നിങ്ങൾക്ക് എന്താ ലാഭം? ഈ ഡിബഞ്ചർ ഇൻട്രസ്റ്റ് ഒന്നും തരില്ല, പകരം ഈ ഡിബഞ്ചർ തിരിച്ചടക്കും. ഈ ഡിബഞ്ചർ നമ്മൾ എന്ത് ചെയ്യും? 5 കൊല്ലം 5 ഇയേഴ്സ് കഴിഞ്ഞ് ഈ പൈസ നമ്മൾ തിരിച്ചു തരും. പൈസ തിരിച്ചു തരുന്ന സമയത്ത് നമ്മൾ 8 ലക്ഷത്തിന് പകരം 10 ലക്ഷം തിരിച്ചു തരും. അതാണ് 0 കൂപ്പൺ ഡിബഞ്ചർ എന്ന് പറയുന്നത് കേട്ടോ. അല്ലാത്തതിന് സ്പെസിഫിക് ഡിബഞ്ചർ ആയിരിക്കും, അഥവാ 10% ഡിബഞ്ചർ, 18% ഡിബഞ്ചർ, 8% ഡിബഞ്ചർ, അങ്ങനെ ഒരു റേറ്റ് ഉണ്ടെങ്കിൽ അതായിരിക്കും സ്പെസിഫിക് ആയിരിക്കും കേട്ടോ. സോ റിഡീമബിൾ നമ്മൾ പറഞ്ഞു, കൺവേർട്ടബിൾ 0 കൂപ്പൺ പറഞ്ഞു കേട്ടോ. ദെൻ ഡിബഞ്ചർ വിച്ച് ആർ ട്രാൻസ്ഫറബിൾ ബൈ മിയർലി ഡെലിവറി. എൻ്റെ കയ്യിൽ ഡിബഞ്ചർ ഉണ്ട്, ഇതാ എൻ്റെ ഡിബഞ്ചറിന്റെ സർട്ടിഫിക്കറ്റാണ്, ഞാൻ നിനക്ക് തരുന്നു, നീ എടുത്തോ. അങ്ങനെ ഒരു ട്രാൻസ്ഫർ ചെയ്യുമ്പോഴേക്കും ആ ഡിബഞ്ചർ മറ്റൊരാൾക്ക് ട്രാൻസ്ഫർ ആകുന്നുണ്ടെങ്കിൽ അതെന്തായിരിക്കും? അത് ബിയറർ ഡിബഞ്ചറാ. അല്ലെങ്കിൽ ഒരാളെ പേരിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് രജിസ്റ്റേർഡ് ഡിബഞ്ചർ എന്നാണ് പറയുന്നത് കേട്ടോ. ദെൻ ജേണൽ എൻട്രി എന്താ? ഡിബഞ്ചർ ഇഷ്യൂഡ് അറ്റ് പാർ. എന്താ? സിമ്പിൾ ആണ്. ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റ് ടു ഡിബഞ്ചർ അക്കൗണ്ട്. എത്ര? 100 ഷെയർസ്, 100 ഡിബഞ്ചർ അല്ല 5000 ഡിബഞ്ചർ, 100 രൂപ. അപ്പോൾ 5000 പിന്നെ 100 എത്ര? 5 ലക്ഷം. ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റ് ടു ഡിബഞ്ചർ അക്കൗണ്ട്. ഇനി 5000 ഡിബഞ്ചർ 100 രൂപ ഒന്നിന്,
10% പ്രീമിയത്തിനാണ് റെഡീമബിൾ ആയിട്ട് പാറ. അപ്പം എന്താ എൻട്രി വരിക? ഒരാൾ 110 രൂപ ഒരു ഷെയറിന് തരണം, ഒരു ഡിബഞ്ചർ തരണം. അപ്പോൾ 110 × 5000 വരിക 5,50,000 രൂപ കിട്ടണം. സോ ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റ് 5,50,000 ടു ഡിബഞ്ചർ അക്കൗണ്ട് 5 ലക്ഷം ടു സെക്യൂരിറ്റി പ്രീമിയം. ആ ഡിബഞ്ചറിൽ സെക്യൂരിറ്റി പ്രീമിയം കിട്ടിയിട്ടുണ്ട് 50,000 സെക്യൂരിറ്റി പ്രീമിയത്തിലേക്ക് പോയിട്ടോ. ഇനി ഈ ഒരു ക്വസ്റ്റൻ ആണ് മോസ്റ്റ് പ്രോബബ്ലി പ്രോബ്ലം ബേസ് ചെയ്തിട്ട് ഡിബഞ്ചറിന് ചോദിക്കാം. ABC ലിമിറ്റഡ് പർച്ചേസ് മെഷീനറി ഫോർ 4,40,000 4,40,000 ചെയ്തു ഒരു മെഷീനറി പർച്ചേസ് ചെയ്തു. ഈ പർച്ചേസ് കൺസിഡറേഷൻ നമ്മൾ ഡിബഞ്ചർ ആക്കിയാണ് കൊടുക്കുന്നത്. എത്ര? 4,000 ഡിബഞ്ചർ വരാം. ചിലപ്പം ക്വസ്റ്റനിൽ 4,000 തരില്ല. 4,000 തരില്ല. ഒരു ഡിബഞ്ചർ 400 രൂപ തരും. 100 രൂപ എൻ്റെ ഡിബഞ്ചർ ആട്ടോ. അത് പ്രീമിയം അഥവാ 10% പ്രീമിയത്തിനാണ് നമ്മൾ തരുന്നത്. അപ്പൊ നോക്കണം, 100 രൂപന്റെ ഡിബഞ്ചർ, അതിന് 10% പ്രീമിയം ഇട്ടാൽ എത്ര? 100 രൂപന്റെ ഡിബഞ്ചറിന് 110 രൂപ അല്ലെ? 10% 10 രൂപ. അപ്പൊ 100 + 10 110 രൂപ തരണം അല്ലെ? അങ്ങനെയാണെങ്കിൽ നോക്ക്, 4,40,000 രൂപന്റെ അസറ്റ് അല്ലെ? ഈ അസറ്റ് 110 രൂപ കൊണ്ട് ഡിവൈഡ് ചെയ്ത് എത്ര കിട്ടും? 4,000. കണ്ടോ? 4,000. ഈ 4,000 നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കിട്ടണം, അല്ലാണ്ട് ഇവിടെ ജനറലി തരില്ല. ക്വസ്റ്റ്യൻ ചിലപ്പോൾ ഈസി ആണെങ്കിൽ ചിലപ്പോൾ തരും, ചിലപ്പോൾ തരലുണ്ടാവില്ല. അപ്പോൾ നമ്മൾ ഈ നമ്പർ നമ്മൾ കണ്ടെത്തുക. അതെങ്ങനെ കണ്ടെത്താം? ടോട്ടൽ വാല്യൂ ഓഫ് അസറ്റ് 4,40,000 ബൈ അത് എത്ര രൂപക്കാണ് ഇഷ്യൂ ചെയ്യുന്നത്. അഥവാ അതിന്റെ ഡിബഞ്ചറിന്റെ വാല്യൂ 100, പക്ഷേ ഡിബഞ്ചർ എത്ര രൂപക്ക് കൊടുക്കുന്നത്? 110 രൂപക്ക്. ഡിബഞ്ചറിൽ പ്രീമിയം അടക്കം 110 രൂപക്ക്. അപ്പോൾ ബൈ 4,40,000 ബൈ 110 രൂപ ഈക്വൽ ടു 4,000 ഡിബഞ്ചേഴ്സ് കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ എന്താ എൻട്രി വരിക? ഫസ്റ്റ് അസറ്റ് പർച്ചേസ് ചെയ്യുമ്പോൾ അസറ്റ് അക്കൗണ്ട് ഡെബിറ്റ്. അസറ്റ് എന്താ? എന്ത് അസറ്റാ? മെഷീനറി അല്ലേ? സോ മെഷീനറി അക്കൗണ്ട് ഡെബിറ്റ് ടു XYZ ലിമിറ്റഡ്. എന്താണ്? മെഷീനറി അക്കൗണ്ട് ഡെബിറ്റ് ടു XYZ ലിമിറ്റഡ്. എത്ര? 4,40,000. ഈ അടുത്ത എൻട്രി എന്താണ്? XYZ ലിമിറ്റഡ് അക്കൗണ്ട് ഡെബിറ്റ് 4,40,000 ടു ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് ടു സെക്യൂരിറ്റീസ് പ്രീമിയം റിസർവ്. എത്ര? ആ 100 ഒരു ഡിബഞ്ചർ 100 രൂപ അല്ലേ? 100 ഇൻറ്റു എത്ര ഡിബഞ്ചർ കൊടുക്കും? 4,000 ഡിബഞ്ചർ അല്ലേ? സോ 4,000 എത്രയാ? 4 ലക്ഷം. സോ ടു ഡിബഞ്ചറിൽ 4 ലക്ഷം. 10 രൂപ എന്താണ് നമ്മൾ എന്ത് കൊടുക്കുന്നുണ്ട്? 10 രൂപ പ്രീമിയം ഉണ്ട്. അപ്പോൾ 4,000 × 10 40,000. സോ 4 ലക്ഷത്തിൽ 4 ലക്ഷം എന്ത് ചെയ്യും? ഡിബഞ്ചർ ആയിട്ടും 40,000 എന്തായിട്ടും നമ്മൾ പ്രീമിയം ആയിട്ട് എന്ത് ചെയ്യും? അവിടെ നിന്ന് കളക്ട് ചെയ്യും. ക്ലിയർ അല്ലേ? അപ്പോൾ 4,40,000 അസറ്റിന് 4 ലക്ഷം ഡിബഞ്ചറും ബാക്കി 40,000 എന്താണ് പ്രീമിയം ആയിട്ടാണ് പോകുന്നത്. ക്ലിയർ അല്ലേ? ബാലൻസ് ഷീറ്റിൽ ബിൽസ് പേബിൾ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? പുതിയ ചാപ്റ്റർ അഥവാ ഫിനാൻഷ്യൽ പ്രിപ്പറേഷൻ ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ്. ബിൽസ് പേബിൾ എവിടെയാണ് കാണിക്കുക? ബിൽസ് പേബിൾ എന്താ മക്കളെ? അതൊരു കറണ്ട് ലയബിലിറ്റി ആണ് കേട്ടോ. കറണ്ട് ലയബിലിറ്റി ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. ദെൻ റൈറ്റ് എനി 2 items ദാറ്റ് വിൽ അപ്പിയർ അണ്ടർ ദ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട്. ഷെയർ ഹോൾഡർ ഫണ്ട് എന്തൊക്കെ ഉണ്ടാവുക? ഷെയർ ഹോൾഡർ ഫണ്ടിൽ 3 items ഉണ്ടാവുക. ജനറലി 3 items എന്തൊക്കെ? ഒന്ന് ഷെയർ ക്യാപിറ്റൽ, റിസർവ്സ് ആൻഡ് സർപ്ലസും മണി റിസീവ്ഡ് അഗെയിൻസ്റ്റ് ഗ്യാരണ്ടി. അപ്പോൾ ഇത് രണ്ടും മാർക്കുമല്ലോ, ഷെയർ ക്യാപിറ്റലും റിസർവ്സ് ആൻഡ് സർപ്ലസ് കേട്ടോ. ഒരു കമ്പനിക്ക് 10,000 ഇക്വിറ്റി ഷെയർസ് ഉണ്ട്, ഒന്നിന് 10 രൂപ. 9,000 ഇക്വിറ്റി ഷെയർസ് ആൾക്കാർക്ക് ഓഫർ ചെയ്തു. കമ്പനി എന്ത് ചെയ്തു? 8,500 ഷെയർസ് റിസീവ് ചെയ്തിട്ടുള്ളൂ. ഷോ ദ എമൗണ്ട് ഇൻ ഓതറൈസ്ഡ് ക്യാപിറ്റൽ ആൻഡ് സബ്സ്ക്രൈബ് ക്യാപിറ്റൽ ബാലൻസ് ഷീറ്റ്. ഇത് ബാലൻസ് ഷീറ്റ് എങ്ങനെ ഉണ്ടാവുക? ബാലൻസ് ഷീറ്റും നോട്ട്സ് ടു അക്കൗണ്ട്സും കാണിക്കണം. സോ ബാലൻസ് ഷീറ്റിൽ എങ്ങനെയല്ല ഉണ്ടാവുക? ബാലൻസ് ഷീറ്റിൽ എങ്ങനെ? ഡയറക്റ്റ് ആയിട്ട് ഇങ്ങനെ, അഥവാ ഓതറൈസ്ഡ് ക്യാപിറ്റൽ ഇത്ര, ഇഷ്യൂഡ് ആൻഡ് സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റൽ 85,000, ഓതറൈസ്ഡ് ക്യാപിറ്റൽ എത്ര? 10 ലക്ഷം. ഇങ്ങനെയാണ് ബാലൻസ് ഷീറ്റിൽ ഉണ്ടാവുക. അഥവാ ബാലൻസ് ഷീറ്റിൽ അഥവാ ഈ സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റൽ മാത്രമേ ഉണ്ടാവുള്ളൂ. പക്ഷേ നോട്ട്സ് ടു അക്കൗണ്ട്, ബാലൻസ് ഷീറ്റിന്റെ നോട്ട്സ് എങ്ങനെ ഉണ്ടാവുക? ആദ്യം ഓതറൈസ്ഡ് ക്യാപിറ്റൽ 10,000 ഷെയർസ്, ഒന്നിന് 10 രൂപ വീതം, 1 ലക്ഷം രൂപ. കണ്ടോ? ഇത് ഇതേപോലെ 10,000 × 10 അങ്ങനെ തന്നെ കാണിക്കണം. ഇനി ഈ ഓതറൈസ്ഡ് ക്യാപിറ്റൽ എത്ര ആൾക്കാർ കൊടുത്തത്? ഇഷ്യൂ ചെയ്ത് വെറും 9,000 ഉള്ളൂ. അപ്പോൾ 9,000 × 10 90,000. അതിൽ സബ്സ്ക്രൈബ് എത്ര? സബ്സ്ക്രൈബ് ക്യാപിറ്റൽ 8,500 × 10 85,000. സോ 85,000 ഇതാണ് നോട്ട്സ്. അഥവാ ഈ 85,000 ആണ് ബാലൻസ് ഷീറ്റിൽ ഉണ്ടാവുക. ഈ 85,000 ആണ് എന്ത് ചെയ്യുക? നമ്മൾ ഇഷ്യൂഡ് ആൻഡ് സബ്സ്ക്രൈബ് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യും? നമ്മൾ ബാലൻസ് ഷീറ്റിൽ കാണിക്കും. ക്ലിയർ അല്ലേ? ഡീലല്ലേ? യെസ്. ഇനി ഫൈൻ ദ ഓഡ് വൺ. ഫിക്സ്ഡ് അസറ്റ്, ടാഞ്ചിബിൾ അസറ്റ്, ഇൻടാഞ്ചിബിൾ അസറ്റ്, ലോങ് ടേം ബോറിംഗ്. ഇത് 3 എന്താ? അസറ്റാ. ഇതെന്താണ്? ഇത് ലയബിലിറ്റി ആണ് കേട്ടോ. ഇനി ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഒബ്ജക്റ്റീവ്. നിങ്ങളുടെ കഴിഞ്ഞ വർഷം, അതിന്റെ മുന്നത്തെ വർഷം, ഈ വർഷത്തെ മോഡൽ എക്സാമിനും ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിന്റെ ഒബ്ജക്റ്റീവ് എന്തൊക്കെ? ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഒബ്ജക്റ്റീവ് ടു പ്രൊവൈഡ് ഇൻഫർമേഷൻ അബൌട്ട് ദ എക്കണോമിക് റിസോഴ്സ് ആൻഡ് ഒബ്ലിഗേഷൻ ഓഫ് ബിസിനസ്. നമ്മുടെ ബിസിനസിന്റെ അസറ്റും ലയബിലിറ്റീസും അതിന്റെ ഡീറ്റെയിൽസ് കാണിക്കുക എന്നുള്ളതാണ് ഫസ്റ്റത്തെ സ്റ്റെപ്പ്. 2 എന്താണ്?
പ്രൊവൈഡ് ഇൻഫർമേഷൻ അബൌട്ട് ദ ഏർണിംഗ് കപ്പാസിറ്റി. നമ്മുടെ ഏർണിംഗ് കപ്പാസിറ്റി പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എത്രത്തോളം കിട്ടിയെന്നുള്ളത്, നമ്മുടെ ക്യാഷ് ഫ്ലോയുടെ ഇൻഫർമേഷൻ കിട്ടാൻ വേണ്ടിയിട്ട്, നമ്മുടെ മാനേജ്മെന്റിന്റെ എഫക്റ്റീവ്സ് ജഡ്ജ് ചെയ്യാൻ വേണ്ടിയിട്ട്, നമ്മുടെ ബിസിനസ് ആക്ടിവിറ്റീസ് എത്രത്തോളം സൊസൈറ്റിനെ എഫക്ട് ചെയ്യുന്നുണ്ട് നോക്കാൻ വേണ്ടിയിട്ട്, അക്കൗണ്ടിങ്ങിന്റെ പോളിസീസും കാര്യങ്ങളും ഡിസ്ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം ഒരു 3 ഒബ്ജക്റ്റീവ്സ് നിങ്ങൾ മിനിമം പഠിച്ചു വെക്കണം. 4 പഠിച്ചു വെച്ചോ, ചിലപ്പോൾ 4 മാർക്കിന് ചോദിച്ചാലോ ലാഭമായില്ലേ. ദെൻ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്. ആ ലിമിറ്റേഷൻസ് ചിലപ്പോൾ ചോദിക്കാറുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ 2 വർഷം ചോദിച്ചില്ല, പക്ഷെ അതുകൊണ്ട് ഇപ്പം ചോദിക്കാൻ സാധ്യത കൂടുതലാണ്. അഥവാ ഇത് ചോദിച്ചില്ലെങ്കിൽ ഇത് മിക്കവാറും ചോദിക്കും, ലിമിറ്റേഷൻ ചോദിക്കാൻ സാധ്യത എന്താ, ഇറ്റ് ഡസ് നോട്ട് റിഫ്ലക്ട് കറണ്ട് മാർക്കറ്റ് സിറ്റുവേഷൻ. കറണ്ട് മാർക്കറ്റ് സിറ്റുവേഷൻ അല്ല, കാരണം നമ്മളൊരു അസറ്റ് വാങ്ങിയ വാല്യൂ ആയിരിക്കും നമ്മൾ കാണിക്കാം. അത് അതിന്റെ വാല്യൂ മാറിയാലൊന്നും കാണിക്കില്ല. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ആർ ഔട്ട്കം ഓഫ് റെക്കോർഡഡ് ഫാക്ട് ആണ്. അത് റെക്കോർഡഡ് ഫാക്ട് ആണ്. അത് പേഴ്സണൽ ജഡ്ജ്മെന്റും കാര്യങ്ങളും. അപ്പോൾ ഒരാൾ ആരാണത് പ്രിപ്പയർ ചെയ്യുന്നത് അവരുടെ സ്വകാര്യമായ താല്പര്യം അതിലുണ്ടാകും. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഷോ അഗ്രിഗേറ്റ് ഇൻഫർമേഷൻ, അഥവാ ടോട്ടൽ ഇൻഫർമേഷൻ, ടോട്ടൽ എത്ര അസറ്റ്, ടോട്ടൽ എത്ര ഡെപ്റ്റേഴ്സ്, ടോട്ടൽ എത്ര ക്രെഡിറ്റേഴ്സ്, അത് കാണിക്കാം. ബാലൻസ് ഷീറ്റ് ഡസ് നോട്ട് ഡിസ്ക്ലോസ് ദ ഇൻഫർമേഷൻ റിലേറ്റിംഗ് ടു ലോസ് ഓഫ് മാർക്കറ്റ് ആൻഡ് സെസേഷൻ അഗ്രിമെന്റ്, അഥവാ മാർക്കറ്റ് ലോസ് കാര്യങ്ങൾ അതിൽ എന്തെങ്കിലും സെപ്പറേറ്റ് ആയിട്ട് കാണിക്കില്ല. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ഓൺലി മോണിറ്ററി ഇൻഫർമേഷൻ മാത്രമേ കാണിക്കുള്ളൂ, നോൺ മോണിറ്ററി ക്വാളിറ്റേറ്റീവ് ഉള്ള കാര്യങ്ങൾ കാണിക്കില്ല. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ഇസ് ഓൺലി ആൻ ഇന്ററിം റിപ്പോർട്ട്, അഥവാ അതൊരു ഇന്ററിം എന്താ ഒരു പ്രത്യേക പീരീഡിലേക്ക് മാത്രമുള്ള റിപ്പോർട്ടാണ്, മൊത്തമായിട്ടുള്ള റിപ്പോർട്ടായിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റുന്നതല്ല കേട്ടോ. ദെൻ ഫോർമാറ്റ് ഓഫ് ബാലൻസ് ഷീറ്റ്, അഥവാ ബാലൻസ് ഷീറ്റിന്റെ ഫോർമാറ്റ് പഠിച്ചേക്കുക. ചില സമയത്ത് അഥവാ നമ്മുടെ എക്സാം നല്ല ഡിഫിക്കൽട്ട് ആവുകയാണെങ്കിൽ ഫോർമാറ്റ് ചോദിക്കും. അഥവാ ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ബാലൻസ് ഷീറ്റിൽ ഷെയർ ക്യാപിറ്റൽ എങ്ങനെ കാണിക്കാം, ഈ ക്വസ്റ്റ്യൻ കണ്ടില്ലേ, ബാലൻസ് ഷീറ്റിൽ ഷെയർ ക്യാപിറ്റൽ അത് എങ്ങനെ കാണിക്കാം. അതേപോലെ എന്ത് ചെയ്യും, നമ്മൾ കുറച്ച് ഐറ്റം തരും, എന്നിട്ട് ഈ ബാലൻസ് ഷീറ്റോ അല്ലെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി തരും. ക്ലിയർ അല്ലേ? എന്നിട്ട് ഈ ഐറ്റംസ് ഒക്കെ നോക്കി വെക്കുക. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ റവന്യൂ ഫ്രം ഓപ്പറേഷൻസിന്റെ അണ്ടറിൽ എന്തൊക്കെയാണ് വരുന്നത്, റവന്യൂ ഫ്രം ഓപ്പറേഷൻ അല്ല, എക്സ്പെൻസിന് അണ്ടറിൽ എന്തൊക്കെയാണ് വരിക, കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ കൺസ്യൂംഡ്, പർച്ചേസ് ഓഫ് സ്റ്റോക്ക് ഇൻ ട്രേഡ്, ചേഞ്ചസ് ഇൻ വർക്കിംഗ് ഇൻവെന്ററി, ഇതൊക്കെ എന്ത് രീതിയിൽ വരും. സോ അങ്ങനെ ചോദിക്കും. ഇനി അതേപോലെ റിസർവ്സ് ആൻഡ് സർപ്ലസ് അണ്ടർ എന്തൊക്കെ വരിക, ക്യാപിറ്റൽ റിസർവ്, ക്യാപിറ്റൽ റിഡംഷൻ റിസർവ്, എന്താ സെക്യൂരിറ്റി പ്രീമിയം, ഇതൊക്കെ എന്ത് രീതിയിൽ അണ്ടറിൽ വരും. അപ്പോൾ ഈ ഐറ്റംസ് കണ്ടല്ലോ. ഇപ്പോൾ ഷെയർ ഹോൾഡർ ഫണ്ടിന് അണ്ടറിൽ എന്തൊക്കെയാണ് വരുന്നത്, ദെൻ നോൺ കറന്റ് ലയബിലിറ്റീസ് എന്തൊക്കെയാണ് വരുന്നത്. സോ അങ്ങനത്തെ ജസ്റ്റ് നോട്ട് ചെയ്ത് നോക്കുക. അതൊക്കെ എന്തെങ്കിലും ചിലപ്പം ചോദിക്കും, അഥവാ എക്സാം ഡിഫിക്കൽട്ട് ആവുകയാണെങ്കിൽ കേട്ടോ. ഇതോടുകൂടി നമ്മുടെ 3ാമത്തെ ചാപ്റ്റർ എന്ത് ചെയ്തു, കഴിഞ്ഞു. ക്ലിയർ അല്ലേ? ദ പ്രോസസ് ഓഫ് കമ്പയറിംഗ് വേരിയസ് ഫിനാൻഷ്യൽ ഫാക്ടേഴ്സ് ഓഫ് എ കമ്പനി. ഒരു കമ്പനിയുടെ വ്യത്യസ്തമായ ഫിനാൻഷ്യൽ ഫാക്ടേഴ്സ് കമ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെന്താ പറയുക, അതിന് ഇന്റർ ഫേം എന്നാണ് പറയുക, അല്ലെങ്കിൽ ഇൻട്രാ ഫേം. ഒന്ന് ഇന്റർ ഫേം അല്ലെങ്കിൽ ഇൻട്രാ ഫേം ആയിരിക്കും. അതാ മക്കളെ സിമ്പിൾ ആണ്, ഇൻട്രാ ഫേം ആണ്. കാരണം രണ്ട് ഫേം തമ്മിൽ, ഒരു ഫേമിന്റെ ഉള്ളിലാണ് ഇത് കമ്പയർ ചെയ്യുന്നത്. 2 ഫേം തമ്മിലാണെങ്കിൽ അത് ഇന്റർ ഫേം ആയിരിക്കും കേട്ടോ. ഇനി AFS അനാലിസിസ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് 2 ഒബ്ജക്റ്റീവ്. ഒരുപാട് ഒബ്ജക്റ്റീവ് ഉണ്ട്. എന്താ, കറണ്ട് പ്രോഫിറ്റബിലിറ്റി ആൻഡ് ഓപ്പറേഷണൽ എഫിഷ്യൻസി കാണാൻ പറ്റും. അതുപോലെ തന്നെ പ്രോഫിറ്റബിലിറ്റി പറഞ്ഞാൽ നമ്മുടെ എത്രത്തോളം പ്രോഫിറ്റ് ഏൺ ചെയ്യുന്നുണ്ട്. എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ നമ്മൾ കുറഞ്ഞ സാധനങ്ങളിൽ കൂടുതൽ പ്രോഫിറ്റ് കിട്ടുന്നുണ്ട് എന്നാണ് എഫിഷ്യൻസി എന്ന് പറയുന്നത്. നമ്മുടെ ഫിനാൻഷ്യൽ പൊസിഷൻസിലെ ഡിഫറെന്റ് ഐറ്റംസ് ഉണ്ട്, പല പല കമ്പനീസ്, അത് നമ്മൾ റിലേഷൻഷിപ്പ് എന്ത് ചെയ്യും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അസറ്റും ലയബിലിറ്റി നമ്മുടെ റിലേഷൻ എന്താ, ഡെപ്റ്റും കറണ്ട് അസറ്റും കറണ്ട് ലയബിലിറ്റി നമ്മുടെ റിലേഷൻ, അതൊക്കെ എന്ത് ചെയ്യുന്നത് കാണാൻ പറ്റും. റീസൺ ഫോർ ചേഞ്ച് ഇൻ പ്രോഫിറ്റബിലിറ്റി ഇൻ ഫിനാൻഷ്യൽ പൊസിഷൻ, നമ്മുടെ പ്രോഫിറ്റബിലിറ്റിയും ഫിനാൻഷ്യൽ പൊസിഷനും ചേഞ്ച് ചെയ്യാനുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. ദ ജഡ്ജ് ദ അബിലിറ്റി ടു റീപേ ഡെപ്റ്റ്, നമ്മുടെ ഡെപ്റ്റ് റീപേ ചെയ്യാനുള്ള ഒരു അബിലിറ്റി കഴിവ് എന്ത് ചെയ്യാൻ പറ്റും, അറിയാൻ പറ്റും. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് മെയിൻ ടൂൾസ് എന്തൊക്കെയാണ്, ഒന്ന് കമ്പാരിറ്റീവ് സ്റ്റേറ്റ്മെന്റ്, കോമൺ സൈസ് സ്റ്റേറ്റ്മെന്റ്, റേഷ്യോ അനാലിസിസ്, അതുപോലെ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ്, ട്രെൻഡ് അനാലിസിസ്, ഇതൊക്കെ ഇതിൽ പെട്ട ഐറ്റംസുകൾ. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ലിമിറ്റേഷൻസ്, ഇതും ചിലപ്പോൾ ചോദിക്കും. എന്താ, ഇത് പ്രൈസ് ലെവൽ ചേഞ്ച് നമ്മൾ എന്ത് ചെയ്യില്ല, കൺസിഡർ ചെയ്യുന്നതായിരിക്കില്ല. അതുപോലെ നമുക്ക് ബാലൻസ് ഷീറ്റിന് അല്ലെങ്കിൽ നമ്മുടെ അക്കൗണ്ടിങ് പ്രൊസീജിയേഴ്സിനെ കുറിച്ച് കറക്റ്റ് നോളജ് അല്ലെങ്കിൽ എന്ത് ചെയ്യും, ഈ ഒരു ഡീറ്റെയിൽസ് നമ്മൾ എന്ത് ചെയ്യും, മിസ്ലീഡ് ചെയ്യിക്കുന്നതായിരിക്കും. ദെൻ ഇറ്റ് ഈസ് ജസ്റ്റ് എ സ്റ്റഡി ഓഫ് റിപ്പോർട്ട് ഓഫ് കമ്പനി, നമ്മുടെ കമ്പനിയുടെ റിപ്പോർട്ട്സിലുള്ള ഒരു വെറുതെ സ്റ്റഡി മാത്രമാണ്, മോണിറ്ററി ഇൻഫർമേഷൻ മാത്രമേ ഇതിൽ കൺസിഡർ ചെയ്യുന്നുള്ളൂ. അതുപോലെ തന്നെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ആർ പ്രിപ്പയർ ഓൺ ദ ബേസ് ഓഫ് അക്കൗണ്ടിങ് കൺസെപ്റ്റും കാര്യങ്ങളും വെച്ച് നമ്മൾ പ്രിപ്പയർ ചെയ്യാം. അപ്പോൾ കറണ്ട് പൊസിഷൻ റിഫ്ലക്ട് ചെയ്യൂല, അതൊരു ഹിസ്റ്റോറിക്കൽ ഫാക്ട് ആണ് കേട്ടോ. ദെൻ ലാസ്റ്റ് അക്കൗണ്ടിങ് റേഷ്യോസ്, അഥവാ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് തൊട്ട് മുന്നത്തെ ചാപ്റ്ററാണ് റേഷ്യോ അനാലിസിസ്. എന്താ, ടോട്ടൽ അസറ്റ് ടു ഡെപ്റ്റ് റേഷ്യോ എന്താ, ടോട്ടൽ അസറ്റ് ബൈ ലോങ് ടേം അല്ല, ടോട്ടൽ ലോങ് ടേം ഡെപ്റ്റ് ആണ് ഇതിൽ വരുന്നത്. ഇതിൽ ഏത് റേഷ്യോ ആണ് ലോങ് റൺ ഓപ്പറേഷനുമായി ബന്ധപ്പെട്ടതാ, സോൾവൻസി റേഷ്യോ ആണ് ലോങ് റണ്ണുമായി ബന്ധപ്പെട്ട് വരുന്നത്. ഇൻവെന്ററി ടേൺ ഓവർ റേഷ്യോ എങ്ങനെ കാണാം, ഇൻവെന്ററി ടേൺ ഓവർ റേഷ്യോ ഈസ് ഈക്വൽ ടു ആവറേജ് ഇൻവെന്ററി ബൈ എന്താണ്, കോസ്റ്റ് ഓഫ് റവന്യൂ ഫ്രം ഓപ്പറേഷൻ ആണ്. ക്ലിയർ അല്ലേ? സോ കോസ്റ്റ് ഓഫ് റവന്യൂ ഫ്രം ഓപ്പറേഷൻ 80,000, ആവറേജ് ഇൻവെന്ററി എന്താ, ഇത് രണ്ടിന്റെയും ഇതാണ്, അഥവാ ആവറേജ് ആണ്. ഓപ്പണിംഗ് പ്ലസ് ക്ലോസിംഗ്, ഓപ്പണിംഗും ക്ലോസിംഗ് അല്ലേ. സോ ഓപ്പണിംഗ് ഇൻവെന്ററി പ്ലസ് ക്ലോസിംഗ് ഇൻവെന്ററി ബൈ 2 35,000 ആണ്. ദെൻ ഇൻവെന്ററി ടേൺ ഓവർ റേഷ്യോ എങ്ങനെ കാണാം, കോസ്റ്റ് ഓഫ് റവന്യൂ 80,000 ബൈ 35,000 ഈക്വൽ ടു 2.29 ആണ് ആവറേജ് ഇൻവെന്ററി കേട്ടോ. ദെൻ കറണ്ട് റേഷ്യോ എങ്ങനെ കാണാം, കറണ്ട് അസറ്റ് 35,000 ബൈ കറണ്ട് ലയബിലിറ്റി 1,75,000 അല്ലേ, ഈക്വൽ ടു 2:1 ആണ് കറണ്ട് റേഷ്യോ. അപ്പോൾ ക്വിക്ക് റേഷ്യോ എങ്ങനെ കാണാം, ക്വിക്ക് റേഷ്യോ എന്താ, ഈ ഇൻവെന്ററി ഇതിന്ന് മൈനസ് ചെയ്യണം,
35,000 മൈനസ് 10,000/1745 ഇസിക്കൽ 25,000 ബൈ 17,500 എത്ര കിട്ടുക? 1.43:1 ഇതാണ്. ക്ലിയർ അല്ലേ? ഈസി. ദെൻ ബാലൻസ് ഷീറ്റ് തന്നിട്ടുണ്ട്. എന്ത് ചെയ്യണം? പ്രൊപ്പറേറ്ററി റേഷ്യോ കാണാം, ഇൻവെന്ററി ടു വർക്കിംഗ് ക്യാപിറ്റൽ കാണാം. ഇൻവെന്ററി ടു വർക്കിംഗ് ക്യാപിറ്റൽ നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല. പ്രൊപ്പറേറ്ററി റേഷ്യോ എങ്ങനെ കാണാം? നമ്മുടെ ടോട്ടൽ പ്രൊപ്പറേറ്ററി ക്യാപിറ്റൽ എത്രയാ? ക്യാപിറ്റൽ ടു നമ്മുടെ ലോങ് ടേം ആയിട്ടുള്ള ഡെപ്റ്റുമായിട്ട് എന്ത് ചെയ്താൽ മതി? കണക്ട് ചെയ്താൽ മതി. സോ ഈസി. ഞാനത് ചെയ്യുന്നില്ല, കാരണം എന്താ വെച്ചാൽ ടൈമില്ല. നമുക്ക് എന്ത് ചെയ്യും? ഈസി. ഞാൻ ഇക്വേഷൻ കാര്യങ്ങൾ മാത്രം പറയുന്നുള്ളൂ. ദെൻ റേഷ്യോ അനാലിസിസിന്റെ ലിമിറ്റേഷൻസുകൾ. സോ റേഷ്യോ അനാലിസിന്റെ ലിമിറ്റേഷനുകൾ എന്തൊക്കെയാണ്? ഒന്ന്, അക്കൗണ്ടിങ് ഡാറ്റ, അതായത് ഒരു അക്കൗണ്ടിങ് ഡാറ്റയുടെ ലിമിറ്റേഷൻസ് ഒക്കെ എവിടെ ഉണ്ടാവും? റേഷ്യോസിന് ഉണ്ടാകും. പ്രൈസ് ലെവലിറ്റി നമ്മൾ എന്ത് ചെയ്യുന്നത്? നോക്കുന്നില്ല. അതുപോലെ ക്വാളിറ്റേറ്റീവ് കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യുന്നില്ല? ഇഗ്നോർ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അക്കൗണ്ടിങ് പ്രാക്ടീസസ് അഥവാ അക്കൗണ്ടിങ് പ്രാക്ടീസിൽ വേരിയേഷൻ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും? ഇതിനെ എഫക്ട് ചെയ്യും. ഫോർകാസ്റ്റിംഗ് ആണ് ഇത്. ഫോർകാസ്റ്റ് ചെയ്തുകൊണ്ട് ചെയ്യുന്ന ഒരു കാര്യം, അല്ലാണ്ട് നമുക്ക് ആക്ച്വൽ കാര്യങ്ങളൊന്നും അല്ല. ദെൻ ക്ലാസിഫൈ ദ ഫോളോയിങ് ഇൻടു ക്യാഷ് ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ്, ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റി, ഫിനാൻസിംഗ് ആക്ടിവിറ്റി. ഈ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് എന്താ വെച്ചാൽ കുറെ ആക്ടിവിറ്റീസ് ഉണ്ട്. അത് ഈ ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി ആണോ, ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റി ആണോ, ഫിനാൻഷ്യൽ ആക്ടിവിറ്റി ആണോ നമ്മൾ തിരിച്ചറിഞ്ഞിരിക്കണം. ഒന്നെന്താ? ക്യാഷ് പേയ്മെന്റ് സപ്ലൈസിന് പേ ചെയ്തത് എന്താ? അത് ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി ആണ്. ദെൻ ക്യാഷ് പ്രോസസിംഗ് ഡിബഞ്ചർ അഥവാ ഡിബഞ്ചറോ ഷെയർ ക്യാപിറ്റലൊക്കെ ആണെങ്കിൽ അതെന്തായിരിക്കും? അത് ഫിനാൻഷ്യൽ ആക്ടിവിറ്റി ആയിരിക്കും. അസറ്റ് വിൽക്കുകയാണെങ്കിൽ അത് ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റി ആയിരിക്കും. സാലറി കൊടുക്കുന്നത് എന്തായിരിക്കും? അത് ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി ആയിരിക്കും കേട്ടോ. ദെൻ ഇതിൽ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് എ ക്യാഷ് ഔട്ട്ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി? ഇത് ഓപ്പറേറ്റിംഗ് ആണ്, ഓപ്പറേറ്റിംഗ് ആണ്, ഓപ്പറേറ്റിംഗ് ആണ്. ഇത് ഇൻവെസ്റ്റിംഗ് ആണ് കേട്ടോ. സോ അതാണ്. ദെൻ ഐഡന്റിഫൈ ദ ക്യാഷ് ഔട്ട്ഫ്ലോ ഫ്രം ദ ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി. കമ്മീഷൻ റിസീവ്ഡ്, പ്രൊക്യൂർമെന്റ് ഓഫ് ലോൺ, പർച്ചേസ് ഓഫ് പ്ലാന്റ്, ഡിവിഡൻഡ് റിസീവ്ഡ്. സോ ഇതൊക്കെ എന്താണ്? ക്യാഷ് ഔട്ട്ഫ്ലോസ് ആണോ? ക്യാഷ് ഔട്ട്ഫ്ലോ ഇത് മാത്രം. പർച്ചേസ് ഓഫ് പ്ലാന്റ് ആണ്, ബാക്കിയൊക്കെ എന്താണ്? ഇതൊക്കെ ഇൻഫ്ലോ ആണ് കേട്ടോ. ദെൻ അടുത്തത് എന്താണ്? ഇത് ഓപ്പറേറ്റിംഗ്, ഇൻവെസ്റ്റിംഗ്, ഫിനാൻസിംഗ് ആക്കണം. സെയിൽ ഓഫ് പ്രോപ്പർട്ടി എന്താ? ഇൻവെസ്റ്റിംഗ് ആണ്. റിഡംഷൻ ഓഫ് ഡിബഞ്ചർ എന്താ? ഫിനാൻസിംഗ് ആണ്. ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് ഓപ്പറേറ്റിംഗ് ആണ്. റോയൽറ്റി കിട്ടുമ്പോൾ ഓപ്പറേറ്റിംഗ് ആണ്. പർച്ചേസ് ഓഫ് ഫർണിച്ചർ ഇൻവെസ്റ്റിംഗ് ആണ്. പ്രൊക്യൂർമെന്റ് ഓഫ് ലോൺ എന്താണ്? ഫിനാൻസിംഗ് ആണ്. ക്ലിയർ അല്ലേ? യെസ്. ഇനി ഇത് ചിലപ്പോൾ നിങ്ങളുടെ എക്സാം ഡിഫിക്കൽട്ട് ആവണേ ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും. അഥവാ ഫ്രം ദ ഫോളോയിങ് ഇൻഫർമേഷൻ കാൽക്കുലേറ്റ് ദ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ്. ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് കാൽക്കുലേറ്റ് ചെയ്യണം. നമ്മുടെ കയ്യിൽ 2022 ജാനുവരി 3 ലക്ഷം രൂപ ലോൺ ഉണ്ട്. ഡ്യൂറിംഗ് ദ ഇയർ കമ്പനി റീപെയ്ഡ് ലോൺ. ഈ 3 ലക്ഷത്തിൽ നിന്നും നമ്മൾ എന്ത് ചെയ്തു? 1,50,000 റീപേ ചെയ്തു. അപ്പോൾ മൈനസ് 1,50,000. അപ്പോൾ ബാക്കി എത്ര ഉണ്ടാവും? 3 ലക്ഷത്തിന് 1 ലക്ഷം അടച്ചാൽ ബാക്കി 1,50,000 ബാലൻസ് ഉണ്ടാകും. പക്ഷേ ഈ വർഷം അവസാനിക്കുമ്പോൾ നമ്മുടെ കയ്യിൽ 3.5 ലക്ഷം എന്തുണ്ട്? ലോണിന്റെ ബാലൻസ് ഉണ്ട്. 3.5 ലക്ഷം ലോണിന്റെ ബാലൻസ്. അങ്ങനെയാണെങ്കിൽ അതിനർത്ഥം എന്താ? ശരിക്കും 1.5 ലക്ഷം വേണ്ടത്, പക്ഷെ 3.5 ലക്ഷം ഉണ്ടെങ്കിൽ നമ്മൾ അഡീഷണലി 2 ലക്ഷം ലോൺ എന്ത് ചെയ്തിട്ടുണ്ട്? അടച്ചിട്ടുണ്ട്. പുതിയതായിട്ട് 2 ലക്ഷം ലോൺ എടുത്തിട്ടുണ്ട്. നമ്മുടെ കയ്യിൽ 3 ലക്ഷം ലോൺ ഉള്ളത്. ആ ലോൺ നമ്മൾ 1.5 ലക്ഷം തിരിച്ചടച്ചപ്പോൾ ബാക്കി 1.5 ലക്ഷം ഉള്ളത്. പക്ഷേ ക്ലോസിംഗ് നോക്കുമ്പോൾ 3.5 ലക്ഷം ഉണ്ട്. അതിനർത്ഥം എന്താ? ഈ 1.5 ലക്ഷത്തിന് എക്സ്ട്രാ 2 ലക്ഷം കൂടി നമ്മൾ ലോൺ എടുത്തതുകൊണ്ടാണ് നമുക്കിപ്പം 3,50,000 ലോണിന്റെ ബാലൻസ് ഉള്ളത് അല്ലേ? സോ അങ്ങനെയാണെങ്കിൽ ഡ്യൂറിംഗ് ദ ഇയർ, ആ വർഷം നമ്മുടെ ക്യാഷ് ഫ്ലോ ഫ്രം ഫിനാൻസിങ് ആക്ടിവിറ്റി എത്രയാണ്? പ്രൊസീഡ് ഫ്രം ലോങ് ടേം ബോറോയിങ്. ലോങ് ടേം ലോൺ 2 ലക്ഷം ഉണ്ട് കിട്ടിയ അല്ലെ? ക്യാഷ് ഇൻഫ്ലോ ഉണ്ട്. അതിൽ റീപേയ്മെന്റ് 1.5 ലക്ഷം. അപ്പോൾ ഡിഫറൻസ് എത്രയാണ്? 50,000 നെറ്റ് ഇൻഫ്ലോ. ഈ ഒരു ഫിനാൻസിങ് ആക്ടിവിറ്റിയിൽ 50,000 ക്യാഷ് ഇൻഫ്ലോ ആണ്. ക്ലിയർ ആണോ? സെറ്റ് അല്ലേ? അപ്പോൾ ഈ 2 ലക്ഷം നമ്മൾ കണ്ടെത്തിയിരിക്കണം. അത് നമ്മൾ ആ ക്വസ്റ്റ്യൻ തരില്ല, അത് നമ്മൾ കണ്ടെത്താം. ക്ലിയർ അല്ലേ? ചിലപ്പോൾ ക്വസ്റ്റ്യൻ തരുവാണെങ്കിൽ വളരെ ഈസിയാണ്. പക്ഷെ ഇങ്ങനെ തരുമ്പോഴാണ് നമുക്ക് കുറച്ചുകൂടി ഈസി ചെയ്യാനായിട്ട് ഉണ്ടാകുന്നത്. ക്ലിയർ അല്ലേ? അപ്പോൾ ഈ വർക്കിംഗ് ക്യാപിറ്റലായി നമ്മൾ ചെയ്യണം എന്താണ്? ഇങ്ങനെയാ ക്യാഷ് ഓപ്പണിംഗ് ബാലൻസ്, റീപേയ്മെന്റ്, ക്ലോസിംഗ് ബാലൻസ്, ഡിഫറൻസ് എത്ര? ഇത് രണ്ടും ആഡ് ചെയ്തത് മൈനസ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 2 ലക്ഷം കിട്ടും. സോ ഇങ്ങനെ ചെയ്താൽ മതി. എങ്ങനെയാ? ഓപ്പണിംഗ് ലോൺ മൈനസ് അല്ല ക്ലോസിംഗ് ലോൺ മൈനസ് റീപേയ്മെന്റ് ഓഫ് ലോൺ മൈനസ് ഓപ്പണിംഗ് ലോൺ. അല്ല തെറ്റിപ്പോയി. ഓപ്പണിംഗ് ലോൺ പ്ലസ് റീപേയ്മെന്റ് ഓഫ് ലോൺ closing loan plus repayment of loan minus opening
ലോൺ ഈസ് ഈക്വൽ ടു ലോൺ റിസീവ്ഡ്. ഇതാണ് ശരിക്കും ഇതിന്റെ ഇക്വേഷൻ. ക്ലിയർ അല്ലേ? സെറ്റ് അല്ലേ? സോ ഇതോടുകൂടി നമ്മുടെ അനാലിസിസ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് മോസ്റ്റ്ലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുകളും ഇതിൽ തിയറി ക്വസ്റ്റ്യൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കണം. കാരണം മിക്ക എക്സാമിന് ആ തിയറി ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അപ്പം തിയറിറ്റിക്കൽ നിങ്ങൾ കുറച്ച് നന്നായി അടിപൊളിയായി നോക്കി പഠിച്ചു വെക്കണം. പിന്നെ ഇതല്ലാണ്ട് കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾ റെഫർ ചെയ്യണം. മോർ ഓവർ മൺഡേ വരുന്ന ലൈവിൽ നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ ഫ്രണ്ട്സിനെയും കൂട്ടി വരാം. അപ്പോൾ മക്കളെ, ഓൾ ദി ബെസ്റ്റ്. വീണ്ടും കാണാം.